ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക വെച്ചിട്ട് ഒരു മസാല റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കടച്ചക്ക വേവിച്ചെടുക്കണം. ഇതാണ് കടച്ചക്കയുടെ ഒരു പോർഷനാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള കറ പോകാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. കണ്ടോ, ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ച് വെക്കണം. ഇത് നമുക്ക് നല്ലോണം കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ആദ്യം ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കടച്ചക്കയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ളത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ജിഞ്ചർ വേണം, അത് ക്രഷ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർലിക്, വെളുത്തുള്ളി ചെറിയതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി, പച്ചമുളക് ഒരു 3-4 സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി വേണം, കറിവേപ്പില. ഇനി പൗഡേർഡ് ഐറ്റമിനായിട്ട് നമുക്ക് വേണ്ടത് മല്ലി അല്ലെങ്കിൽ മല്ലിപ്പൊടി എടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം, ജീരകം, കുറച്ച് കുരുമുളക്, പെപ്പർ, മസാല പൗഡർ, ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളൊരു ചീനച്ചട്ടിയിലിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് വറുത്ത് നമുക്ക് പൊടിച്ചെടുക്കണം, പൗഡേർഡ് ആക്കി എടുക്കണം. നമുക്ക് ആദ്യം ഇത് ചെയ്യാം. ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാലാസ് എല്ലാം മല്ലി, കുരുമുളക്, പെരിഞ്ജീരകം, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഇതെല്ലാം നമ്മൾ ഒന്നിച്ചിട്ടിട്ട് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഡ്രൈ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, ഒരു ഏലക്ക, ഇതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് വറുത്തെടുക്കാം. ഇനി ഇത് മിക്സിയുടെ ചെറിയ ബൗളിലിട്ടിട്ട് പൗഡേർഡ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. മസാല എല്ലാം പൗഡേർഡ് ആക്കിയിട്ട് പേസ്റ്റ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ജീരകം, പിന്നെ ജിഞ്ചർ, ഗാർലിക് നമ്മൾ ചോപ്പ് ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ചിരുന്നത് ഇതിലേക്കിടുക. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഫ്രൈ ആയി വന്നതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യാം. നല്ലോണം ഫ്രൈ ചെയ്ത് ഇനി സവാള ആഡ് ചെയ്യാം. ഓണിയൻ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ നല്ലോണം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കടച്ചക്കയിൽ ഉപ്പിട്ടിട്ട് വേവിച്ചതുകൊണ്ട് ഇതിൽ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നല്ലോണം ഫ്രൈ ചെയ്ത് നമ്മൾ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് പൗഡേർഡ് ആക്കി കുറച്ച് ഗ്രേവിയുടെ ഇതിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കി എടുത്ത ആ മസാല നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1 മിനിറ്റ് നല്ലോണം ഫ്രൈ ചെയ്യും. മസാല എല്ലാം നല്ലോണം ഫ്രൈ ആയപ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു തക്കാളി ജ്യൂസ് ആക്കിയിട്ട് മിക്സിയിലിട്ട് ജ്യൂസ് ആക്കിയിട്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാണ്, ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്.
ഇത് സർവിംഗ് ബോളിലേക്ക്. നമ്മുടെ കടച്ചക്ക മസാല സർവിംഗ് ബോളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ എല്ലാ ഐറ്റംസും കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി എടുത്തു വെച്ചാൽ വേഗം നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.